രേഖപ്പെടുത്തി വെക്കുമ്പോ അള്ളാനെ തോൽപ്പിക്കുന്ന ഷെയ്ഖോ അള്ളാഹുടെ കഴിവ് തുല്യല്ലേ വെച്ചുകൊടുക്കുന്നത്? നിങ്ങൾ ചോദിക്ക്, അള്ളാഹുടെ കഴിവ് എത്ര? അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ എത്ര? 99. മുഹ്യിദ്ദീൻ ശൈഖിനോ അതും 99. അള്ളാഹുടെ കഴിവെന്താ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. സൂറത്ത് യാസീനിന്റെ അവസാനത്തിൽ കാണാൻ സാധിക്കും, ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് അള്ളാഹു പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാവുകയായി. എന്നാൽ മുഹ്യിദ്ദീൻ ശൈഖിന് കഴിവുണ്ട്. എന്നോടേകളോ ദയവൻ തന്റെ ഏകൾ ആകുന്നോ ഞാൻ ചൊൽകിൽ ആകുമാതെന്നോവർ. ഉണ്ടാകൂ എന്ന് ഞാൻ പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാവുകയായി. ഉണ്ടാകുമെന്ന് പറയണോ വേണ്ട? വേണ്ടിയിട്ട് വല്ലോരോ വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയ വണ്ണം ദീനെ ആക്കുന്നോവർ. ഇനി വേണമെന്ന് പറയണമെന്നില്ല, അത് അള്ളാഹുടെ കഴിവല്ലേ. അതിനേക്കാൾ ഒരു പടി മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. അതേ രൂപത്തിലൂടെ മാറ്റിയെടുക്കാനുള്ള കഴിവ് മുഹ്യിദ്ദീൻ ശൈഖിനുണ്ട് എന്ന് പറയുമ്പോ എന്റെ സഹോദരന്മാരെ മുജാഹിദുകൾ പറയുന്നു, ഈ തെറ്റായ നൂലാമാലകളിലേക്ക് നിങ്ങൾ വഴുതി പോകണ്ട. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തും പറയാനുള്ള ആദർശമാണ്. ഇത് സ്വർഗത്തിലേക്ക് പോകാനുള്ള പാതയാണെങ്കിൽ ഏതാണ് റസൂലിന്റെ പാത? അപ്പോൾ അതിനെ തടയിടുന്നത് നിങ്ങൾക്കറിയുമോ? അങ്ങ് കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ചുകൊണ്ട് സുന്നി മുജാഹിദ് പണ്ഡിതന്മാര് അണിനിരുന്നപ്പോ അന്ന് രണ്ടു കൂട്ടരും കവിത ചൊല്ലിക്കൊണ്ടാ തുടങ്ങിയത്. അവിടെയാണ് ഇതിന്റെ അർത്ഥവ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്ന് സുന്നി പണ്ഡിതന്മാർ മുഹ്യിദ്ദീൻ ശൈഖിനോട് ദുആ ചെയ്തുകൊണ്ട് തുടങ്ങിയപ്പോ മുജാഹിദിന്റെ പണ്ഡിതന്മാരെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനയുമായിട്ടാ തുടങ്ങിയിട്ടുള്ളത്. അല്ലേ? അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയണം. സുന്നി പണ്ഡിതന്മാരെന്ന് ചൊല്ലിയത് എന്താ? കുത്തുബിയത്തിലെ യാ സയ്യിദി സനദി ഔസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. മുഹ്യിദ്ദീൻ ശൈഖിനോട് ശത്രുക്കളുടെ മേലെ കഴിവ് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖിനോട് ദുആ ചെയ്തപ്പോ അന്ന് മുജാഹിദിന്റെ പണ്ഡിതന്മാരെ പ്രാർത്ഥിച്ച കവിത ഏതാ? അഹ്സാബ് യുദ്ധത്തിന്റെ ഖന്തഖ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പട്ടിണി കൊണ്ട് ഒട്ടിയ വയറുമായി വയറിന്റെ മേലെ കല്ലും വെച്ച് കെട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും കൂടെ അണിനിരന്നപ്പോ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയതായ കവിതയില്ലേ, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ വഅൻസിലൻ സാകി علينا والمشركون قد باعوا علينا اللهم الله لولا أنت ما اهتدينا നീ ഇല്ലായിരുന്നെങ്കിൽ നാദാ ഞങ്ങൾ നേർമാർഗം പ്രാപിക്കുകയില്ലല്ലോ റബ്ബേ. വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഞങ്ങൾ നമസ്കരിക്കുകയില്ലല്ലോ, ദാനധർമ്മങ്ങൾ ചെയ്യുകയില്ലല്ലോ, അത് മുഴുവനും നിനക്ക് വേണ്ടിയിട്ടാണ് റബ്ബേ. വഅൻസിലൻ സാകീനതൻ അലൈനാ ആകയാൽ സമാധാനം ഇറക്കി തരണേ റബ്ബേ. ആലോചിച്ചോ, ചിന്തിച്ചോ സഹോദരന്മാരെ, റസൂല് കാണിച്ചു തന്ന സ്വർഗത്തിന്റെ പാതയേതാ? പ്രവാചകനിൽ നിന്ന് ധിക്കരിച്ച് പോയവരുടെ പാതയേതാ? രണ്ടും മനസ്സിലാക്കാനുള്ള അവസരങ്ങളാ. അതുകൊണ്ടാണ് മുജാഹിദുകൾ ഇതിനെ എതിർക്കാനുള്ള കാരണം. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുണ പറഞ്ഞു എന്നിവിടെ മാലയിലൂടെ പഠിപ്പിക്കുന്നില്ലേ? മുഹ്യിദ്ദീൻ ശൈഖ് രാത്രിയിലൂടെ 40 തവണ ജനാബത്ത് കുളിക്കുന്ന വ്യക്തിയാ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളെ പഠിപ്പിച്ചു തരുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സഖാഫി തന്നെ ഇത് പുലമ്പുന്നുണ്ട്. നമ്മൾ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അല്ലെ, ഒരാളെ കുറിച്ചത് ആളിങ്ങനെ രാത്രിയിൽ 40 പ്രാവശ്യമൊക്കെ പോയി ജനാബത്ത് കുളിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞ ഇതൊരാളുടെ പുകഴ്ത്തലാണ്, ഇകഴ്ത്തല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒക്കെ കൂടെ കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരു ചോട്ട സഖാഫി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഈ കറാമത്ത് വളരെ ഗൗരവപൂർവമായി അദ്ദേഹം വിശദീകരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. മഹാനായ ശൈഖ് ജീലാനി തന്നെ മുതിർന്ന കുട്ടിയായി വലുതായി ലോകത്ത് നാനാഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഒരിക്കലതാ
നൈലിന്റെ തീരത്ത് ഒരു രാജാവിന്റെ അതിഥിയായി കൊട്ടാരത്തിൽ കഴിയുന്നു. രാത്രിയായാൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പാതിരക്ക് എഴുന്നേറ്റ് നിസ്കാരത്തിലും ദിക്റിലുമാണ്. ഇരുന്നിങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കെ മഹാനവറുകൾക്കതാ പെട്ടെന്ന് ഉറക്കം വരുന്നു. ഉറക്കത്തിൽ സ്ഖലനമുണ്ടാകുന്നു. ഉടനെ ഞെട്ടി എഴുന്നേൽക്കുന്നു. മഹാനവറുകൾ അവിടുന്ന് ഓടിയിറങ്ങി. അതികഠിനമായ തണുപ്പുള്ള ആ രാത്രി ഐസും കട്ടയെ വെല്ലുന്ന തണുപ്പേറിയ നൈൽ നദിയിൽ മുങ്ങിക്കുളിച്ച് വൃത്തിയാകുകയാണ്. വീണ്ടും തന്റെ കേന്ദ്രത്തിൽ വന്നിരുന്ന് ദിക്ർ ആരംഭിക്കുന്നു. പെട്ടെന്ന് ഉറക്കം വരുന്നു, സ്ഖലനമുണ്ടാകുന്നു. വീണ്ടും ചെന്ന് കുളിക്കുന്നു. ഇത് 1, 2, 3 തവണയല്ല, ഒരൊറ്റ ദിവസം ഒരൊറ്റ രാത്രി 40 വട്ടമാണ് അള്ളാഹു മഹാനവറുകളെ പരീക്ഷിക്കുന്നത്. 40 തവണയും പോയി കുളിക്കുകയാണ്. പിന്നീട് ശൈഖ് ജീലാനി പറയുന്നു, ഇനി 41ാമത്തെ തവണയും അള്ള എന്നെ പരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ കുളിച്ചു മരണപ്പെടുമായിരുന്നു. ഇങ്ങനെയുള്ള പൊട്ടത്തരം പുലമ്പുമോ സഖാഫി? എത്രമാത്രം അപകടമാണ് ആലോചിക്കുക. ഞാൻ ചോദിക്കുക, ഇയാളുടെ സ്വന്തം പിതാവിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, ഇയാൾ പറയോ? സ്വന്തം വാപ്പാക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തുറന്ന് പറയോ? മനുഷ്യൻ ലജ്ജിക്കില്ലേ ഇത് പറയാൻ? ഇത് സത്യത്തിലുള്ളതെന്നല്ല, ഇദ്ദേഹം ഇങ്ങനെ എന്തൊക്കെ കള്ളത്തരങ്ങളെ പറയാ. ഇത് പാതിരാവാതിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് നടക്കും അല്ലേ? ഇതിവിടെ മാത്രല്ല, ഇത് മാലപ്പാട്ടിലുള്ള സംഭവ അല്ലേ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത് ഇകഴ്ത്താൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് മാലപ്പാട്ട് മദ്ഹാനം പറഞ്ഞിട്ട് അതിനെ കൊണ്ടു നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇങ്ങനെ ദമ്പ് ചെയ്യുന്ന ഇകഴ്ത്തുന്ന ഒരുപാട് വരികളുണ്ട് എന്നുള്ളത് കൊണ്ടാ എന്റെ സഹോദരന്മാര് ഇനിയും ആലോചിക്കേണ്ട, ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വശങ്ങളുണ്ട്. നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം ഇൻഷാ അല്ലാഹ് അല്പകാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം.